ആയിഷ, ഈ ജഗ്ഗിലൊന്നും തുള്ളി വെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ല. എപ്പോ നോക്കിയാലും ഇത് കാര്യമായി കിടക്കണാണ്. അത് ഞാൻ മറന്നതാണമ്മ. എന്തിപ്പോ മറക്കാൻ മാത്രൊക്കെ ജോലി ഇവിടെ. ഞാനിപ്പോ ഒഴിച്ചു വെക്കാം. വേഗം ഒഴിച്ചുകൂടുന്നാ പെട്ടെന്ന്. അന്റെ ഈ അടുക്കള ശരിയാക്കലൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആ ഹാളൊക്കെ ആകെ വൃത്തികേടായി കിടക്കാണ്. ഒരാള് വന്ന് കയറി ആദ്യം അങ്ങോട്ടല്ലേ വരുന്നത്. അതൊന്ന് വന്നാണ്ട് പെട്ടെന്ന് ക്ലീൻ ആക്ക്. തീർന്നിക്കണമ്മ, ഞാനിപ്പോ വരികയാണ്. ഇക്ക, നിങ്ങളാ പറഞ്ഞ ജോബ് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഒരു വരാൻ പറഞ്ഞിട്ടുണ്ട്. ജോലിക്ക് പോയി. എന്നാ ശരിക്ക, എനിക്ക് ഇച്ചിരിയും കൂടെ ജോലി തീർക്കാനുണ്ട്. ശരി. Oh my God. ഇതിലൊക്കെ അങ്ങനെ ചളി കുടിച്ചോ. ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ള കേകി വെച്ചിട്ട് പൊടിയാണ്. ആയിഷ, ആരെ ജോലിക്കോണ്? ജോബ് എനിക്ക് തന്നെയാണമ്മ. ഇക്ക അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ കസാവ പാരഡൈസിന്റെ റിസോർട്ടിലെ ഓഫീസിലാണ് ജോബ് സെറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ തറവാട്ടിൽ ഇതുവരെ ഒരു പെണ്ണുങ്ങളും ജോലിക്ക് പോയിങ്ങാണ്ടില്ല പരിപാടിയില്ല. സമ്പാദിച്ചു കൊണ്ടുതന്നെ ദൈവത്തിന്നും കുടിച്ചിരിക്കലാണ് ഇവിടെ സാധാരണ. പ്രത്യേകിച്ച് റിസോർട്ടിക്ക് അതൊന്നും പോകാൻ ഇവിടെ അല്ലാതെ നടക്കൂല. ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. അതിനെന്തമ്മ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇക്കാനെ അറിയുന്ന ആളുകളുമാണ്. അവര് നല്ല ആളുകളാണെന്നാണ് ഇക്ക പറയണത്. പിന്നെ തിരക്കടില്ലാത്ത നല്ല സാലറി ഉണ്ട്. ഞാൻ ഏതായാലും വീട്ടിലത് ജോലിയൊക്കെ കഴിഞ്ഞാൽ വെറുതെ ഇരിക്കല്ലേ. പിന്നെ ഒരുപാട് പഠിച്ചതും അല്ലേ, അതൊന്നും യൂസ്ഫുൾ അല്ലാതെ പോവല്ലേ. പഠിച്ചിക്കണെന്ന് വിചാരിച്ചിട്ട് ആയിഷാനെ ആരും ജോലിക്ക് വിടാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. പിന്നെ ഇതുവരെ മോൻ സമ്പാദിച്ചോണ്ടല്ലേ ജീവിച്ചു പോയത്. അപ്പൊ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ മതി. ഇങ്ങനെയൊക്കെ ആയാൽ എന്തോ ഒരു സുഖ. അമ്മായിയമ്മക്ക് മരുമോള് കാലൊക്കെ തടവി കൊടുക്കണം. മോനി ഈ കല്യാണത്തിന്റെ 2 ദിവസം മുന്നേ എത്തുള്ളൂ. ഒക്കെപ്പാട് ഓടി നടന്നെങ്ങാണ്ട് ഇപ്പൊ നേരെ ചൊവ്വ മകളായിട്ട് നടന്നാ മതിയായിരുന്നു. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. മോനെ. വലൈക്കും അസ്സലാം. മോനെ, മഹറൊക്കെ പെട്ടെന്ന് കിട്ടുമായിരിക്കൂലേ? പിന്നെ ഇനി ആരും വിളിക്കാനൊന്നുമില്ലല്ലോ. എന്നെ കൊണ്ട് പറ്റുന്നവരൊക്കെ ഞാൻ ക്ഷണിച്ചിക്കണ്. മോനെ, എല്ലാരും കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നെങ്കിലും നാട്ടിലെത്തണതാണ്. ഈ 2 ദിവസം മുന്നൊക്കെ വന്നിട്ട് എന്താ ചെയ്യാ? എനിക്കിപ്പോൾ ആകെയുള്ളൊരു ടെൻഷനെന്ന് പറയുന്നത് അതാണ്. ഇതിപ്പോ കമ്പനി ലീവ് തരാത്തോണ്ട് 2 ദിവസം മുന്നൊക്കെ വന്നിട്ട് എല്ലാം മംഗളായി നടക്കുമായിരിക്കൂലേ? ഇല്ല, ഞാൻ ടെൻഷൻ ആക്കല്ല. എന്തൊക്കെ ചെയ്യാന്ന് ആലോചിച്ചിട്ടേ ഉമ്മാക്ക് ഭയങ്കര ബേജാറ്. ആയിക്കോട്ടെ. ഇനി സാധനങ്ങളൊക്കെ വാങ്ങി കയ്യിലില്ല ക്യാഷൊന്നും തീർക്കണ്ട കേട്ടോ. കല്യാണത്തിരക്കല്ലേ, ഓരോ ചെലവുകൾ ഉണ്ടാവും. ശരി എന്നാ. വലൈക്കും അസ്സലാം. കല്യാണൊക്കെ മംഗളായി നടന്നാ മതിയായിരുന്നു.
വീടും പരിസരമൊക്കെ എനിക്ക് ഇഷ്ടായോ? ആ, എനിക്ക് ഇവിടെയൊക്കെ ഇഷ്ടായി ഭാബി. നല്ല നാട്ടുംപുറല്ലേ. ഞാനാണെന്ന് പറഞ്ഞാല് സിറ്റിയിൽ വളർന്നതുകൊണ്ടേ എനിക്ക് ഇങ്ങനത്തെ പ്രകൃതി രമണീയമായ സ്ഥലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്രങ്ങാനും ടൈമായി ഭാബി ഈ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു റെസ്റ്റും ഇല്ല. എന്നും ഇങ്ങനെയൊക്കെയാണോ? ഉമ്മ എന്തിനെ ഹെൽപ്പ് ചെയ്യലില്ല? ഇമ്മ ഞാൻ വന്നതിന് ശേഷം ഉമ്മാനെ ഞാൻ ഒരു ഹെൽപ്പിനും കൂട്ടാറില്ല. ഉമ്മ അവിടെ ഇരിക്കും. ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഉമ്മക്ക് ചെയ്തു തരാൻ പറ്റുമായിരുന്നല്ലോ. എനിക്ക് അതൊക്കെ ശീലമായി റിപ്പ. ഇനി കുറച്ച് കഴിഞ്ഞാല് റിപ്പക്കും അതൊക്കെ ശീലമായിക്കോളും. ഇളച്ചി മുത്തച്ചി നല്ല സംസാരത്തിലാണല്ലോ. മോളെ, വേണ്ട ഗോൾഡൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം ഉമ്മാക്ക് എടുത്താ ഉമ്മ എടുത്ത് വെച്ചോളാം. അതൊക്കെ എന്റെ കയ്യിൽ തന്നെ വെച്ചോണ്ട് എനിക്ക് എപ്പോഴും വേണം തോന്നുകയാണെങ്കിൽ എനിക്ക് യൂസ് ആക്കാലോ. അത് ഞാൻ എടുത്ത് വെച്ചോളാം. ഭാവിന്റെ ഒക്കെ ഞാൻ തന്നെ എടുത്ത് വെച്ചിട്ടുള്ളത്. ചോദിച്ചോക്കെ. അതെന്തിനാ ഭാബി ഉമ്മാനെ ഏൽപ്പിച്ചത്? ഇപ്പൊ ഗോൾഡൊക്കെ അമ്മായിയമ്മാര് കസ്റ്റഡിയിൽ വെച്ചാല് അതൊക്കെ ഇപ്പൊ സ്ത്രീധനത്തിനെതിരെ തന്നെ കേസ് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇമ്മ സൂക്ഷിച്ചോളി. എന്റെ ഗോൾഡ് എന്തായാലും എന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഭാവി ഗോൾഡ് യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാ ഉമ്മാന്റെ അടുത്തങ്ങനെ അത് കിടക്കേണ്ട ആവശ്യം? അത് വെച്ചിട്ട് വല്ല സ്ഥലം വിറ്റിങ്ങാണ്ട് വല്ല സ്ഥലം മേടിക്കുകയോ എന്തെങ്കിലും മേടിച്ചിട്ടായി ഇന്നത് ഭയങ്കര യൂസ്ഫുൾ അല്ലേ. ഇപ്പൊ സ്ഥലത്തിനൊക്കെയെന്ന് പറഞ്ഞാൽ ഒരുപാട് റേറ്റ് ഉള്ളതാണ്. ഇനി നമുക്ക് വേണ്ട തോന്നിയാലും മറിച്ച് വിറ്റാലും നല്ല ക്യാഷ് തന്നെയല്ലേ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കൂടെ? അതിപ്പോ ഞാനങ്ങനെ പറഞ്ഞു തന്നെയുള്ളൂ. ഇവിടെ ഇപ്പൊ ഇത്രയും വലിയൊരു വീട് ഉണ്ടാവുമ്പോ പിന്നെ എന്തിനാ വേറെ സ്ഥലമൊക്കെ മേടിച്ചിടേണ്ട ആവശ്യം? അതിന്റെ ഒന്നും ആവശ്യം ഇപ്പൊ ഇവിടെ ഇല്ല. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇനി നിങ്ങളെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോളി. ഞാൻ എന്തായാലും എൻ്റെ ഗോൾഡ് എൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതെങ്ങനെ വേറൊരാൾ എടുത്തു വെക്കണതിനോട് എനിക്ക് ഏതായാലും താല്പര്യമല്ല. മിൽക്കിക്ക് കുറുമ്പ് കൂടിയോ ഭാബി? റിപ്പോ ഓരോ ദിവസം കൂടുന്തോറും സുന്ദരിയായി വരികയാണല്ലോ. എങ്ങനെ മുഖമൊക്കെ അത്ര ഗ്ലോ ആയിട്ടിരിക്കണേ? എന്റെ സ്കിന്ന് ഭാബിക്ക് അത്ര ഇഷ്ടമായോ? അതിനെന്താ, ഇത് നമ്മുടെ പ്യൂർ ബ്ലിസ്സിന്റെ ഈ സോപ്പാണ് യൂസ് ചെയ്താൽ മതി. ഹാൻഡ് മെയ്ഡ് സോപ്പാണ്. നീം, തുളസി, വിറ്റാമിൻ ഇ, അലോവേര, കോക്കനട്ട് ഓയിൽ, റോസ് വാട്ടർ, ഗ്ലിസറിൻ ബേസ് ഇതൊക്കെ അടങ്ങിയതാണ്. പിന്നെ എങ്ങനെ എന്റെ ഫേസ് ഗ്ലോ ആകാതിരിക്കും ഭാബി എന്ന് പറ? നീ എവിടുക്ക രാവിലെ തന്നെ കെട്ടിയിരിക്കി? ജോബിന് പോവാണമ്മ. ജോബിനോ? എന്ത് ജോബ്? ആ ജോബിന് ഞാൻ ഒത്തിരി പഠിച്ചതല്ല. അതൊക്കെ ഇപ്പൊ ഉമ്മാക്ക് അറിയണ കാര്യം തന്നെയല്ലേ. ഇവിടെ അങ്ങനെ ഒരാളും ജോബിനൊന്നും പോവലില്ല. അതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണമ്മ. പഠിച്ച ഒരാൾക്ക് എന്തായാലും ജോബിന് പോവാ. അതിന് വേണ്ടിയിട്ടല്ല എല്ലാവരും പഠിക്കണത്. നിന്നെ പോലെ നല്ല പഠിച്ചത് തന്നെയാണല്ലോ ആയിഷ. അവൾ ഉടുക്കും പോണില്ലല്ലോ. നീയും പോവാണോ? അമ്മ, ഭാവിക്കും ഞാൻ നല്ലൊരു ജോബ് സെറ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടാൾക്കും ഒരേ കമ്പനിയിലാണ് ജോബ് കിട്ടിയിട്ടുള്ളത്. ഞാനും ഭാവിയും രാവിലെ പോയിട്ട് വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് വരും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ജോബ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് 6 മണിക്കുള്ളിൽ വീട്ടിലെത്തും. രാവിലെ പോയി വൈകുന്നേരം വരികയെ. അപ്പൊ ആരെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാ? വീട്ടിലത്തെ പണികളൊന്നും ആലോചിച്ചാണ്ട് ഇമ്മ ഒരു ടെൻഷനും അടിക്കണ്ട. അതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം ഞാനും ഭാവിയും പോവാ. പിന്നെ ബാക്കി വൈകുന്നേരം വന്നിട്ടും ചെയ്യാലോ. അതൊക്കെ ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ടുമ്മ. എന്നെ ആലോചിച്ച് നോക്കി, വർഷങ്ങളായിട്ട് ഉമ്മ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ. അതുപോലെ ഞങ്ങളും ഇങ്ങനെ ഓരോ സൈഡിൽ ഇരുന്ന് സമയം വേസ്റ്റ് ആക്കണ എന്തിനാ? നമ്മൾ പഠിച്ചത് നമുക്ക് ജോലി ചെയ്താല് സമ്പാദ്യം കിട്ടിയാൽ നമ്മൾ തന്നെയല്ലേ രക്ഷപ്പെടുക. അത് നമുക്ക് തന്നെയല്ലേ കാര്യമ്മ.
റിഫ, ഐഷ, മക്കളെ വേരി പോകാൻ ലേറ്റ് ആണ്ട്. ഇന്ന് ബോസിന്റെ കയ്യിൽ കഴിച്ച് ബൈക്ക് ഇരിക്കുന്ന എനിക്ക് തോന്നുന്നത്. വരി, അത്ര മതി ഒരുങ്ങിയത്. വരി.